ഗൈസ്, ഇതെന്റെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അമ്മയുടെ കൂടെ കുക്ക് ചെയ്യാൻ കയറാറുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെയുള്ള അടുക്കളയിലെ ചെറിയ കലാപരിപാടികളാണ് കാണിക്കാൻ പോകുന്നത്. ഇനി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അത് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവസാനം എങ്ങനെയൊക്കെ എൻ്റെ കൈ കിട്ടി. വീണ്ടും ഞാൻ മാവ് കോരി ഒഴിച്ചു. അത് കോരി ഒഴിച്ച ശേഷം ഞാനാണെങ്കിൽ ഇങ്ങനെ പതുക്കെ കോരി ഒഴിച്ചിട്ട് ഞാനത് റൗണ്ടിൽ മറ്റേ കറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും കറക്റ്റായിട്ട് കിട്ടിയതൊന്നും ഇല്ല. എങ്കിൽ പോലും നമുക്ക് എന്താണ് കഴിച്ചാൽ പോരുന്ന രീതിയിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അത് സെറ്റാക്കി എടുത്തു. എന്നിട്ട് ഞാൻ പതുക്കെ അവിടെ വെച്ചിട്ട് ഞാനത് അടപ്പുകൊണ്ട് അടച്ചു കേട്ടോ. അങ്ങനെ കരിഞ്ഞു പോകല്ലേ എന്നുള്ള ചിന്തയിലൊക്കെയാണ്. അമ്മയാണ് വീഡിയോ എടുത്ത് തന്നെ. സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പേ വെച്ചു. സമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാനാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാണ്. ഇങ്ങനെ പൊട്ടുവാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം സമ്മന്തി ഉണ്ടാക്കുവാണ്. ഞാനാണെങ്കിൽ കടുകിൻ്റെ കൂടെ ഈ തേങ്ങയെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങയെല്ലാം ഇട്ടു. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ നമ്മളുടെ അപ്പവും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചമ്മന്തിയും എടുത്ത് അത്യാവശ്യം കൊള്ളാം. പെട്ടെന്ന് എളുപ്പത്തിനാണല്ലോ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പം അത്യാവശ്യം കൊള്ളാം. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് എന്താണെന്ന് നമുക്ക് കാണാം. ഇതാണ് ബുഷ് ഓറഞ്ച്. ഞങ്ങൾ 2 ദിവസം മുമ്പ് ഒരിടത്ത് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബുഷ് ഓറഞ്ച് കൊണ്ട് ജ്യൂസ് അടിച്ചു. അപ്പം നമുക്ക് ചേച്ചിക്ക് കൊടുക്കാം. ബുഷ് ഓറഞ്ച് ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ചേച്ചി? സൂപ്പറാണ്. മധുരം കൂടി പോയിട്ടുണ്ടോ? കുറച്ച്. ഇന്നലെ ആണെങ്കിൽ ഉരുണ്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉച്ചയ്ക്ക് തോരൻ വെക്കുന്നത്. നമ്മൾ വാഴയ്ക്ക് വെച്ച് തോരൻ വെക്കുവാണ് ഉച്ചയ്ക്ക്. വാഴയ്ക്കാ തോരൻ അടുപ്പിൽ ഇരുന്ന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് റെഡി ആവട്ടെ. വാഴയ്ക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി വാഴയ്ക്കാത്തോരനും ഇനി അടുത്ത് നമ്മൾ മീനാണ് എടുക്കാൻ പോകുന്നത്. മീൻ എടുക്കാം. പിന്നെ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മത്തി കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മത്തി മറ്റേ തേങ്ങ ഇട്ട് അരച്ച് വയ്ക്കത്തില്ല. അങ്ങനെ നമ്മൾ മുളകൊക്കെ ഇട്ട് പിന്നെ അതിനായിട്ടുള്ള തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മത്തി ഉണ്ടാക്കി. പിന്നെ ഞാൻ പപ്പടം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. പപ്പടം ഞാൻ എണ്ണ തിളയ്ക്കാതെ കണ്ടാ ഒഴിച്ചു. പക്ഷെ അത് കറക്റ്റായിട്ടത് സെറ്റായി പപ്പടം വന്നില്ല. ഇത് മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പപ്പടം എടുത്തു ശരിയാക്കി. പിന്നെ അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും അതേപോലെ കുറച്ച് മീൻ കറിയും പിന്നെ ഒരു പപ്പടവും ഇതും കൂട്ടിയാണ് നമ്മളിന്ന് ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിച്ച് നോക്കാം. സൂപ്പറാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.